ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ഇതുവരെ ഒരു സഞ്ചാരികളും എത്തിപ്പെടാത്ത സ്ഥലമാണ് ഇവിടെ. കൊല്ലം ജില്ലയിൽ ട്രെക്കിംഗ് നടത്തുന്നവർ പോലും ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഇവിടേക്ക് എളുപ്പം വരാൻ സാധിക്കും. ഈ സ്ഥലത്തെക്കുറിച്ച് അധികം സഞ്ചാരികൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിൽ മലപ്പേരൂർ എന്ന സ്ഥലത്ത് ആന പോലിരിക്കുന്ന ഒരു പാറയുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു ആനയെപ്പോലെ തോന്നുന്ന ഒരു പാറയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടത്തേക്ക് പോകാം. അഞ്ചലിൽ നേരെ കോഴിപ്പാലം വരിക. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് മലപ്പേരൂർ പാറയിലേക്ക് പോകാനുള്ള വഴി. ഇട്ടിബ ഗ്രാമപഞ്ചായത്തിലാണ് മലപ്പേരൂർ പാറ സ്ഥിതി ചെയ്യുന്നത്. അഞ്ചലിൽ നിന്ന് ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്ത് വേണം ഇവിടേക്ക് എത്തിച്ചേരാൻ. മഴക്കാലമായതിനാൽ ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കണം. ടാർട്ട റോഡല്ല, മൺ റോഡാണ്. അപ്പോൾ ബൈക്ക് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ റോഡ് എത്രത്തോളം ദുർഘടമാണെന്ന്. അങ്ങനെ നമ്മുടെ യാത്ര വന്നു നിൽക്കുന്നത് മലപ്പേരൂർ പാറയുടെ അടിത്തട്ടിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു പാറയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു വലിയ പാറയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഒരു കേടും കൂടാതെ വേണം നമ്മൾ ഈ പാറയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ. അങ്ങനെ നമ്മൾ ചെന്ന് കയറുന്നത് ആദ്യത്തെ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കാണാൻ കഴിയുന്നതാണ്. ഇവിടേക്കുള്ള വഴികൾ ഒട്ടും സുരക്ഷിതമല്ല. സ്വയം സുരക്ഷ ഉറപ്പാക്കി മാത്രം ഈ മലയ്ക്ക് മുകളിലേക്ക് കയറാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. പക്ഷേ അവിടെയൊന്നും ഇതിനെപ്പറ്റി ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ പച്ചപ്പിനാൽ സമ്പുഷ്ടമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ യാത്ര ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തുടരാം യാത്ര. ട്രെക്കിംഗ് ഏറെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇവിടേക്ക് വരാൻ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം ആ പാറയുടെ അടുത്തെത്താറായിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ച് വേണം നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് എത്തിച്ചേരാൻ. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിലേക്ക് കയറുന്ന വഴികൾ മൊത്തവും അതിസാഹസികത നിറഞ്ഞതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഞങ്ങൾ പോകുന്നത്. ഇവിടേക്ക് വരുന്നവർ കഴിവതും കയ്യിൽ വെള്ളം കരുതാൻ ശ്രമിക്കണം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ വന്ന് കണ്ടാൽ നമ്മുടെ പശ്ചിമഘട്ടത്തെ നമുക്ക് വളരെ അടുത്തായി കാണാൻ കഴിയും. മലപ്പേരൂർ പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ കണ്ടാൽ ഒരു ആനയുടെ ഷേപ്പ് പോലെയാണ്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ സ്ഥലത്തിൻ്റെ പവിത്രതയെ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇനിയാണ് ഈ പാറയിലേക്ക് കയറാനുള്ള ഏറ്റവും സാഹസികമായ യാത്ര. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഞങ്ങൾ എത്രത്തോളം സാഹസികമായാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതെന്ന്. ഇതിലേക്ക് കയറുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറാവൂ. മഴ പെയ്തിട്ടുള്ളതിനാൽ പാറയിൽ തെറ്റലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുവഴി കയറി പോകുമ്പോൾ. ഇനി നമ്മൾ ചെന്ന് കയറുന്നതാണ് പാറയുടെ അതിസുന്ദരമായ ദൃശ്യം. ഇവിടെ നോക്കിയാൽ നമ്മുടെ കേരളത്തിൻ്റെ മനോഹരമായ ഭൂപ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഡ്രോൺ ഉള്ളവർക്കൊക്കെ വിഷ്വലെടുക്കാൻ പറ്റിയ സ്ഥലമാണ്. വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കറിയത്തുള്ളൂ ഇതിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു പക്ഷേ ഇത് മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ലെങ്കിലും പക്ഷേ ഇവിടെ വന്ന് കണ്ടാൽ വാ, ഇതൊരൊന്നൊന്നര ഐറ്റമാണ്. പാറയ്ക്ക് സമീപം എത്തുമ്പോൾ അതിൻ്റെ വിസ്മയകരമായ ആകൃതിയും ഉയരവും ആദ്യം ഞെട്ടിക്കുന്നു. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പറയാനാവത്താണ്. ഓരോ ദിശയിലും അനന്തത പോലെ പ്രദേശങ്ങൾ, പച്ച നിറത്തിൽ പടർന്ന കാട്, കാറ്റിൻ്റെ സംഗീതം, ആകാശത്തിൻ്റെ മൗനം, ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ഹെലിക്യാം ഷൂട്ട് ഇതേ മുഴുവൻ നല്ല വൃത്തിക്ക് പകർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറയോ ഹെലിക്യാമോ ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റുമോ?
നമുക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചടയമംഗലം ജടായുപ്പാറ ഇതിനടുത്തായിട്ട് കാണാൻ കഴിയും. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ വളരെ മാക്സിമം ശ്രമിക്കണം. ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന കാറ്റുണ്ടല്ലോ, അത് ആ തട്ടത്തിൽ മറയത്തിൽ വിനീത് പറയുന്ന ഡയലോഗ് പോലെ തന്നെയുണ്ട്. ഈ പാറയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ്. ഒരു ഭാഗത്ത് മലകളും മറുവശത്ത് അസ്തമിക്കുന്ന സൂര്യൻ്റെ വെളിച്ചത്തിൽ മങ്ങുന്ന ഗ്രാമവീഥികൾ. പ്രകൃതിയുടെ ഒരിടവേള പോലെ തോന്നിക്കുന്ന ഈ സമയം യാത്രയുടെ സൗരഭ്യം മനസ്സിൽ പതിയുന്ന മുഹൂർത്തങ്ങളിലൊന്നാണ്. കുറേ സമയം മുകളിൽ കിടന്ന് കാറ്റിന് തണുപ്പും പ്രകൃതിയുടെ കമ്പനിയും ആസ്വദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും മടങ്ങാനൊരുങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. പക്ഷേ താഴേക്ക് പോകുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണിത്. എത്രത്തോളം സേഫായി നമുക്ക് താഴേക്ക് പോകാമോ അത്രത്തോളം സേഫായി മാത്രമേ താഴേക്ക് പോകാം. കാലൊന്ന് തെന്നിയാൽ നമ്മൾ ചെന്ന് പതിക്കുന്ന അടുത്ത പാറയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മാത്രം നമ്മൾ താഴേക്ക് പോകാൻ. പാറ ഇറങ്ങി താഴെ എത്തിയപ്പോഴേക്കും നല്ല പെരുമഴ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു വിഷ്വലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുന്നത്. പ്രകൃതിയുമായി ചില സമയം ചെലവഴിക്കുന്നത് നമ്മളെ നാമായി തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇന്ന് ഞാൻ കണ്ടത് ഒരു കാഴ്ചയല്ല, ഒരു അനുഭവം തന്നെയായിരുന്നു. മലപ്പെരൂർ പാറ എന്ന ആനപ്പാറ, അതിൻ്റെ നിശബ്ദത, കാറ്റിൻ്റെ പെരുമഴ, പച്ചയുടെ നിറം എല്ലാം ചേർന്നൊരു ആത്മീയ അനുഭവം തന്നെയായിരുന്നു. ഈ യാത്ര എത്ര ചെറുതായാലും എൻ്റെ ഉള്ളിലെ വലിയ ശബ്ദങ്ങളെ ശാന്തമാക്കി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എടുക്കുന്നത് മാത്രം ദൃശ്യങ്ങളല്ല, ഒരുപാട് സന്തോഷവും ശാന്തതയും കൂടിയാണ്. ഇതുപോലെ ഒളിച്ചിരിക്കുന്ന സ്വർഗ്ഗങ്ങൾ അന്വേഷിച്ച് വീണ്ടും ഞാൻ വരും. നിങ്ങൾക്കൊപ്പം ഒരു യാത്ര തുടങ്ങും. നിങ്ങൾ ഈ യാത്രയിൽ എനിക്കൊപ്പം വന്നതിന് നന്ദി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.